ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെറുക്കര സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ ചെറുക്കര സ്കൂളിലെ പഠനയാത്ര കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികളെല്ലാം വരിയായിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പം രക്ഷകർത്താക്കളും കുട്ടികളും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരെയും ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയൊക്കെയാണ്, പേര് വിളിച്ച് വരിയായിട്ട് നിർത്തിയൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് പിള്ളേർ നിൽക്കുന്നത്. അപ്പം ഇനി വലിയൊരു ടൂറുണ്ട് കേട്ടോ. അപ്പം ഇത് എക്കോ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബിൽ ഉള്ള കുട്ടികൾക്ക് ഉള്ള ടൂറാണിത്. അപ്പോൾ കന്യാകുമാരി, പിന്നെ പത്മനാഭ കൊട്ടാരം, അങ്ങനെ കുറേ സ്ഥലങ്ങളിലാണ്. പിന്നെ ഫുഡ് കാര്യങ്ങളും എല്ലാം ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം വെളുപ്പിന് 6 മണിക്കാണ് കേട്ടോ. പഠനയാത്ര എന്ന് വണ്ടിയുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. പുഞ്ചിരി എന്നാണ് ഈ ബസ്സിൻ്റെ പേര്. ഈ ബസ്സിലാണ് ഈ കുട്ടികൾ പോകുന്നത്. അപ്പം വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഞാൻ 5:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സ്കൂളിൽ എത്തി. 6 മണിക്ക് എത്തണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി കൂടെ നേരത്തെ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് വേറെ ആരും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാനും വേറൊരു രക്ഷകർത്താവ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ സെക്യൂരിറ്റി മാമനും ഉണ്ടായിരുന്നു. അപ്പോഴെന്തായാലും സ്കൂളിലെ ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് നമ്മൾ അവിടെ കയറി നിന്നു. അപ്പോഴിവർ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി. എല്ലാവരും വരിയായിട്ട് വണ്ടികളിൽ വന്ന് കയറുകയാണ്. ടീച്ചർമാർ, HM, പിന്നെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെറുക്കര സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. അപ്പം വേറെ സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ചോണ്ട് വന്നിട്ട് അവർ ചെറുക്കര സ്കൂളിലിട്ടാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്, അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ. അപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ റൂൾസ് ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ ടീച്ചർ പറയുന്നത്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണകളൊന്നുമില്ല. അപ്പോൾ അവരെ കൂടിയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികൾ വണ്ടിയിലോട്ട് കയറാൻ പോകുന്നത്. ഇതാണ് എൻ്റെ മോൻ ശ്രീരാഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ അവനൊരു ഉമ്മ കൊടുക്കാൻ പോയതാണ്. അപ്പം എവിടെ പോയി യാത്ര അയച്ചിരുന്നാലും ഞാൻ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടേ വരത്തുള്ളൂ അവന്. അപ്പം അടിപൊളിയായിട്ടാണ് ഇങ്ങനെ വണ്ടിയിലോട്ട് എല്ലാ പിള്ളേരും നല്ല അവരുടെ യൂണിഫോം കണ്ടോ, ഇത് ഹൗസ് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ഓരോരോ കളേഴ്സാണ് ഓരോ ബുധനാഴ്ച ദിവസങ്ങളിലാണ്. മഞ്ഞ, പച്ച, അങ്ങനെ പല പല കളേഴ്സാണ് അവർക്ക് ഇടേണ്ടത്. അപ്പം ഇതാകുമ്പോൾ ടീച്ചർമാർക്ക് തിരഞ്ഞു പിടിക്കാൻ നല്ല എളുപ്പമുണ്ട്. കുട്ടികളെ കൈവിട്ട് പോയാലും അവരെ കണ്ടുപിടിക്കാനായിട്ട് നല്ല എളുപ്പമുള്ളത് കൊണ്ടാണ് ഹൗസ് ഡ്രസ്സ് ഈ ടൂറ് പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതെന്തായാലും നല്ല കാര്യം തന്നെ ആയിരുന്നു. വണ്ടി എടുക്കാനുള്ള സമയമായി കഴിഞ്ഞു. അങ്ങനെ വണ്ടി എടുക്കാനുള്ള സമയമായി. എന്നെപ്പോലെ തന്നെ കുറച്ച് രക്ഷകർത്താക്കളും അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി ഇതാ എടുത്തിരിക്കുന്നു. അപ്പോഴെല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് വണ്ടി പോയി. പിന്നെ വണ്ടി പോയതിന് ശേഷം അതിൻ്റെ പുറകെ തന്നെ ഞാനും വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വന്നു. പിന്നെ വീഡിയോ എടുക്കാൻ വണ്ടിയുടെ പുറകെ വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങോട്ട് വന്നു. പക്ഷേ സാഹസികം വേണ്ടെന്ന് വിചാരിച്ചു. സ്കൂട്ടി കയറി ഇരുന്നിട്ട് ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, എങ്ങാനും പാളിപ്പോയാൽ. അങ്ങനെ എന്തായാലും 11-12 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് അവർ തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ അവനെ വിളിക്കാനായിട്ട് നമ്മുടെ ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. ജോത്സർമുക്ക് ആണ് നമ്മുടെ ജംഗ്ഷൻ. അപ്പോഴവിടെ വന്ന് നിൽക്കുകയാണ്. വേറൊരു കുട്ടിയുടെ അമ്മയും കുട്ടിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ വണ്ടി വന്ന് നിന്നു. അതിനകത്ത് നിന്ന് കുറേ പ്രാവശ്യം ഞാൻ വിളിച്ചു, ശ്രീരാഗ് കുമാർ. പുള്ളിക്കാരൻ ഉറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങാനുള്ള 2 കുട്ടികളും ഇറങ്ങിക്കഴിഞ്ഞു. എന്നിട്ടും എൻ്റെ മോനെ കാണുന്നില്ല. ഞാൻ അന്തം വിട്ടു. ഇവ ഇവിടെ പോയി. എന്തായാലും ഇതിനകത്ത് കാണും, അതെന്തായാലും അറിയാം. എന്നാലും അവൻ ഉള്ളിലോട്ടായിപ്പോയി കേട്ടോ. അവൻ അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ചതിന് ശേഷം സാർമാരോടെയൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ വിളിച്ചു. അപ്പോൾ ശ്രീരാഗ് കുമാർ എന്നിങ്ങനെ സാറുമാരും ബാക്കിൽ ചെന്ന് കിടന്ന് വിളിച്ചു. അവൻ ഏറ്റവും ബാക്കിലായിപ്പോയി വണ്ടിയുടെ. അപ്പോഴേ ഇറങ്ങി വരാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചർമാർ. എവിടെയെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ അവനെ കണ്ടു കിട്ടിയിരിക്കുന്നു. അവൻ ഇറങ്ങി വന്നു.
അപ്പോൾ ഞാൻ യാത്ര എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തു. അവൻ വളരെ ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു, നല്ലോണം എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു, വളരെ മനോഹരമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവൻ എനിക്ക് കുറച്ച് ബണ്ണൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ബൈ ബൈ.